ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ആൻഡ് ഇന്ന് ഞാൻ സ്കോർപ്പിയോയ്ക്ക് വേണ്ടിയിട്ട് ഫെബ്രുവരി മന്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാം മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ സ്കോർപ്പിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ഫെബ്രുവരി മെസ്സേജസ് നമ്മൾക്ക് നോക്കാം. ഈ വീഡിയോനെ എൻഡ് വരെ നോക്കാൻ ഞാനൊരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാൻ പോകുന്നുണ്ട് എൻഡിൽ. അതെല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സ്പെഷ്യൽ ഓഫർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക. അപ്പോൾ സ്കോർപ്പിയോ, നിങ്ങളുടെ പാസ്റ്റ് എനർജിയിൽ സ്റ്റാർ, എക്വേരിയസ് എനർജി. നിങ്ങളുടെ കറണ്ട് എനർജിയിലാണ് 6 ഓഫ് കപ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജിയിലാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ചാലഞ്ച് ആണ് ജസ്റ്റിസ്, ലീബ്ര എനർജി. നിങ്ങളുടെ അഡ്വൈസ് 9 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ഹിഡൻ ഫാക്ടേഴ്സിൽ കിങ് ഓഫ് കപ്സ് ആണ് സ്കോർപ്പിയോ എനർജി. നിങ്ങളുടെ ഓവറോൾ എനർജി സൺ, ലിയോ. ആൻഡ് നിങ്ങളുടെ ഔട്ട്കം ഫെബ്രുവരി മാസത്തിൻ്റെ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്, വെർഗോ എനർജി. അപ്പോൾ സ്കോർപ്പിയോ ആക്ച്വലി ഈ മാസം കുറേ ഒരു പോസിറ്റീവ് മന്താണ്. എനർജി വൈസ് കുറേ അബണ്ടൻസ് ഉണ്ട്, കുറേ ഹാപ്പിനെസ് ഉണ്ട്, കുറേ ക്ലാരിറ്റി ഉണ്ട് ആൻഡ് കുറേ നല്ല മൂമെൻറ്റ്സ് ഉണ്ട് ഈ മാസത്തിൽ. ഓറൽസ് ഇത് ഒരു ലിയോ പേഴ്സൻ്റെ എനർജിയാണ്. മേ ബി നിങ്ങളൊരു ലിയോയുടെ കൂടെ ആയിരിക്കും ഡീലി ഉണ്ടാവുക. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ടുമാണ് ഞാൻ കാണുന്നത് ഈ കാർഡ്. അപ്പോൾ സ്റ്റാർ നിങ്ങളുടെ പാസ്റ്റ് എനർജിയിലാണ്, അക്വേരിയസ് എനർജി. ഇതൊരു ഹീലിംഗിൻ്റെ എനർജിയാണ്. ഇതൊരു വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയാണ്. നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഫുൾഫില്ലായി പാസ്റ്റിൽ. നിങ്ങൾ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ പ്രേ ചെയ്യുന്നുണ്ടായിരുന്നു, ഹോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ആൻഡ് ഫൈനലി അത് ഫുൾഫിൽ ആക്കുന്നുണ്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫെബ്രുവരിയിൽ. ഈ വിഷ് എന്തായിരുന്നു എന്ന് നമ്മൾക്ക് നോക്കാം. ഇത് വിഷിൻ്റെ അല്ലാച്ച ഞാൻ പറഞ്ഞ മാതിരി എന്തോ ഒരു ഹീലിംഗ് പ്രോസസ്സ് നടന്നു നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു ബ്രേക്കപ്പിൻ്റെ കഴിഞ്ഞ ഹീലിംഗ് ആയിരിക്കും, ഓറൽസ് ഒരു ഫിസിക്കൽ എയിൽമെൻറ്റ് കഴിഞ്ഞ ഹീലിംഗ് ആയിരിക്കാം. അപ്പോൾ 6 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ കറണ്ട് എനർജിയിൽ. അപ്പോൾ അഗൈൻ നിങ്ങൾ എന്തോ പാസ്റ്റിൽ എന്തെങ്കിലും ഒരു ബ്രേക്കപ്പ് ഉണ്ടായിച്ചാൽ അതിനായിരിക്കും നിങ്ങൾ ഹീൽ ചെയ്യാൻ നോക്കുന്നുണ്ടാവുക. ഓറൽസ് മേ ബി നിങ്ങൾ വിഷ് ചെയ്യുന്നുണ്ടാവുക ഒരു പാസ്റ്റ് പേഴ്സൺ റിട്ടേൺ ചെയ്യണം എന്ന്. ഈ പാസ്റ്റ് പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫെബ്രുവരിയിൽ റിട്ടേൺ ചെയ്യും. അവർ മെസ്സേജ് ചെയ്യും, റീച്ച് ഔട്ട് ചെയ്യും. അതല്ലാച്ച മേ ബി നിങ്ങൾ അവരെ മെസ്സേജ് ചെയ്താൽ അവർ റെസ്പോണ്ട് ചെയ്യും. 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഫ്യൂച്ചറിൽ ആദ്യം ഞാൻ കാണുന്നത് നിങ്ങൾ കുറച്ചൊരു ആ സിറ്റുവേഷന് പുൾ ബാക്ക് ആണ് ചെയ്യണത്. അതല്ലാച്ച ഇത് ഫിനാൻഷ്യലി കുറച്ചൊരു ടൈറ്റ് മന്താണ് ഫെബ്രുവരി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സേവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ജസ്റ്റിസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചാലഞ്ച്, ലീബ്ര എനർജി. അപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് ബാലൻസ് ആണ്. നിങ്ങൾക്ക് കാർമിക് ജസ്റ്റിസ് ഇല്ല എന്നൊരു ഫീലിംഗ് ഉണ്ട്. ഇതൊരു റീകൺസിലിയേഷൻ്റെയും സൈനാണ്. മേ ബി നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച് ഈ പേഴ്സൻ്റെ കൂടെ റീകൺസൈൽ ചെയ്യാനാണ്. ചില കാര്യങ്ങൾ ഇവിടെ പോസിറ്റീവായി നടക്കുന്നുണ്ട്, പക്ഷെ അത് ആദ്യം ഇവിടെ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനാണ്. അത് ഈസിലി ഈ റീകൺസിലിയേഷൻ മേ ബി അതിൽ ബ്ലോക്കേജസ് ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇത് ചാലഞ്ച് പൊസിഷനിൽ പറയണത്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത് അൺഫെയർ ആണെന്ന്. 9 ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യും, പക്ഷേ അത് നിങ്ങൾ ആലോചിച്ച മാതിരി ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യില്ല, വേറെ രീതിയിലാണ് ആവുക അത്. അപ്പോൾ അത് ഫ്ലോയിൽ പോയാൽ അത് എങ്ങനെയാണ് അത് വരിക വെച്ചാൽ അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാം. 9 ഓഫ് കപ്സ് അഗൈൻ വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് ആദ്യം നിങ്ങളോട് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഹാവ് ഫെയ്ത്ത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ വിഷസ് ഫുൾഫിൽ ആവുന്നുണ്ട്. കിങ് ഓഫ് കപ്സ് ആണ് ഹിഡൻ ഫാക്ടർ. ഇത് നിങ്ങളുടെ തന്നെ എനർജിയാണ്, സ്കോർപ്പിയോ എനർജി. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ഫെബ്രുവരി. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനും പറ്റും. എന്ന് വെച്ചാൽ നിങ്ങളുടെ ഏറ്റവും ഒത്തൻറ്റിക് സെൽഫിലാണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഔട്ട്കം. മേ ബി നിങ്ങളൊരു വെർഗോ ഓർ എൽസ് ടോറസ് ഓർ കാപ്രിക്കോണിൻ്റെ കൂടെ ആയിരിക്കും ഡീലി ഉണ്ടാവുക. പക്ഷേ ഈ പേഴ്സൺ എങ്ങനെയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഔട്ട്കമ്മിൽ കാണേണ്ട. നമ്മൾ ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഇത് എന്താണെന്ന്. അപ്പോൾ ഈ സൺ ഇവിടെ എന്താണ്?
നയൻ ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഫിനാൻഷ്യലി ഈ മാസം ഒരു നല്ല സമയമാണ്, എസ്പെഷ്യലി ഫിനാൻഷ്യലി. ഓക്കെ, ഇത് കുറേ ലക്ഷറി അബണ്ടൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ നല്ല സമയമാണ് ഫിനാൻസസ് കരിയറിന് വേണ്ടിയിട്ട്. ഇതൊരു സിംഗിൾ പേഴ്സൻ്റെ എനർജിയാണ്, നയൻ ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഈ സ്റ്റാർ എന്താണ് ഇവിടെ? 4 ഓഫ് കപ്സ്. അപ്പോൾ പാസ്റ്റിൽ ഒരു പേഴ്സൺ ഓർ മേ ബി നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യം മിസ് ഔട്ട് ആയിപ്പോയി. ഇതിൽ നിങ്ങൾ മേ ബി അത്ര ഇൻട്രസ്റ്റ് കാണിക്കാണ്ടായിരിക്കും ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ഔട്ടായേ. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ കുറച്ച് മേ ബി നിങ്ങൾക്ക് വിഷമമുണ്ടായി. അതിനെ നിങ്ങളെ ഹീൽ ചെയ്യാൻ നോക്കി. ആ സിറ്റുവേഷൻ തിരിച്ചു വരും എന്ന് ഹോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ സിറ്റുവേഷൻ തിരിച്ചു വരുന്നുണ്ട്. 6 ഓഫ് കപ്സ്, കിങ് ഓഫ് വാൻസ്. മേ ബി ഒരു ഫയർ സൈനിന് വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ പാസ്റ്റിൽ പ്രേ ചെയ്യുന്നുണ്ടായിരുന്നെ. ഈ പേഴ്സൺ പാസ്റ്റിൽ അപ്രോച്ച് ചെയ്തപ്പോൾ എന്തോ അത് വർക്കൗട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളത് റിഗ്രറ്റ് ചെയ്തിട്ട് അതിനെ ആ പേഴ്സണെ തിരിച്ച് റീമാനിഫെസ്റ്റ് ആണ് ചെയ്തത്. ആൻഡ് ഈ പേഴ്സൺ നിങ്ങളുടെ ഫെബ്രുവരി മാസത്തിൽ തിരിച്ചു വരും. 4 ഓഫ് പെൻറ്റിക്കിൾസ് എന്തുകൊണ്ടാണ് ഫ്യൂച്ചറിൽ? 10 ഓഫ് വാൻസ്. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിലും പാസ്റ്റിൻ്റെ എന്തോ കാര്യമാണ് റിലീസ് ചെയ്യാൻ നോക്കണത്. ഈതർ നിങ്ങൾ പാസ്റ്റ് പേഴ്സണെ കംപ്ലീറ്റ്ലി റിലീസ് ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്യും, ഓർ എൽസ് പാസ്റ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടാച്ചാൽ അതിനെ റിലീസ് ചെയ്തിട്ട് മൂവ് ഓൺ ചെയ്യാനാണ് നോക്കുന്നത്. ചില കേസസിൽ ഞാൻ പറഞ്ഞ മാതിരി ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാച്ചാൽ കുറച്ച് സൂക്ഷിക്കുക. എന്നുവെച്ചാൽ ഈ മാസം കുറേ ഓവർ സ്പെൻഡിങ് ഉണ്ടാവാൻ വഴിയുണ്ട്. ജസ്റ്റിസ് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ചാലഞ്ച്? എസ്പെഷ്യലി ലവ് സിറ്റുവേഷനിൽ ബ്ലോക്കേജസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആൻഡ് നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ എല്ലാം നിങ്ങളുടെ അഗൻസ്റ്റ് ആണെന്ന്. നിങ്ങൾക്ക് വേണ്ട മാതിരി അല്ല കാര്യങ്ങൾ നടക്കണത്. ആൻഡ് ഈ പേഴ്സണും നിങ്ങളുടെ അടുത്ത് ഒരു അൺറിയലിസ്റ്റിക് ആൻഡ് അൺഫെയർ വേയിലാണ് ട്രീറ്റ് ചെയ്യണത്. ഇവിടെ കാർമിക് ജസ്റ്റിസ് ഇല്ല. അങ്ങനത്തെ ഒരു നെഗറ്റീവ് ടൈപ്പ് ഓഫ് തിങ്കിങ് ആണ് ഇപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. ഈ റിലേഷൻഷിപ്പിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ടും എനിക്ക് തോന്നുന്നത് ചില ബ്ലോക്കേജസ് ഉണ്ട് റീകൺസിലിയേഷനിൽ. അപ്പോൾ 9 ഓഫ് കപ്സ് അതാണ് യൂണിവേഴ്സ് പറയണത്. ഈ സമയം മേ ബി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സെപ്പറേഷൻ ഒരു ഡെസ്റ്റിൻഡ് കാര്യമായിരിക്കാം. എന്നുവെച്ചാൽ അതാണ് യൂണിവേഴ്സ് പറയണത്. നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം വർക്കൗട്ട് ആവും തന്നെ താൻ. പക്ഷേ കുറച്ചൊരു പേഷ്യൻ്റ്ലി നിങ്ങൾക്ക് പുൾ ബാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഹെർമിറ്റ് വെർഗോ എനർജിയാണ്. ഇപ്പോൾ ആദ്യം ഞാനൊരു സെപ്പറേഷൻ കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ടായിരിക്കും യൂണിവേഴ്സ് നിങ്ങളോട് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാൻ പറയണത്. കിങ് ഓഫ് കപ്സ് എന്തുകൊണ്ടാണ് ഹിഡൻ ഫാക്ടറിൽ? നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ നിങ്ങൾ കുറേ ഞാൻ പറഞ്ഞ മാതിരി സ്റ്റെബിലിറ്റിയുടെ ഡയറക്ഷനിലാണ് പോണത്. പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും. കുറച്ചൊരു സ്ലോ മൂവിങ് എനർജിയാണ് ഫെബ്രുവരിയിൽ. പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് ഫ്യൂച്ചറിൽ കുറേ ഒരു നല്ല എബണ്ടൻ്റായി ലൈഫ് കൊണ്ടുവരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മാസം ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല മാസമാണ്. എന്നുവെച്ചാൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണ കാര്യങ്ങളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആരാണ്? നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ട്, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. ഈ പേഴ്സൺ കുറേ നർച്ചറിങ് ലവിങ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഇത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു പുതിയ പേഴ്സൺ ആണ്. എന്നുവെച്ചാൽ നിങ്ങൾ പാസ്റ്റ് പേഴ്സണിനെ വിട്ടിട്ട് ഒരു പുതിയ ഡയറക്ഷനിലാണ് പോണത്. ഓറൽസ് ഇത് പാസ്റ്റ് പേഴ്സൺ ആണെന്ന് വെച്ചാൽ മേ ബി ഞാൻ പറഞ്ഞ മാതിരി അവർ തിരിച്ചു വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആ പേഴ്സൺ ഒരു ഫയർ സൈൻ ആവാം, ഇല്ലാച്ചാൽ ഒരു എർത്ത് സൈൻ ആവാം. അപ്പോൾ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഓറൽസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് സ്കോർപ്പിയോ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെച്ചാൽ എന്നെ ഇമെയിൽ ചെയ്യാം. എന്നുവെച്ചാൽ ആ സ്പെഷ്യൽ ഓഫർ ഞാൻ പറഞ്ഞത് പേഴ്സണൽ റീഡിംഗ് ബുക്കിങ്സിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ബുക്ക് ചെയ്യേണ്ടച്ചാൽ ഒരു ഓഫർ ഉണ്ട്, വാലന്റൈൻ സ്പെഷ്യൽ ഓഫർ. അത് ഇന്ന് തൊട്ടിട്ട് എൻഡ് ഓഫ് ഫെബ്രുവരി വരെ ഉണ്ടാവും. അപ്പോൾ ആ ഡിസ്കൗണ്ട് കൂപ്പൺ യൂസ് ചെയ്യുക. ആ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇമെയിൽ ചെയ്യും. നിങ്ങൾ മെയിൽ ചെയ്താൽ ഞാൻ ഇമെയിൽ ചെയ്യും. ആൻഡ് നിങ്ങൾ വെബ്സൈറ്റ് ത്രൂ എന്നെ വാട്സാപ്പ് ചെയ്താൽ ഞാൻ അവിടെ റിപ്ലൈ ചെയ്യും. അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക സ്ലോട്ട്സ്. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റീഡിങ്ങിനെ ക്ലെയിം ചെയ്യുക, കമൻറ്റ്സിൽ ഐ ക്ലെയിം എഴുതുക. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.